ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടുള്ള ഹെയർ മാറ്റി നല്ല സിൽക്കി സ്മൂത്ത് ഹെയർ കിട്ടാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടും അലോവേര എങ്ങനെയാണ് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് ആണ് ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് അലോവേര അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ടെക്സ്ചർ ആയിട്ട് വരും. അപ്പോൾ ഒത്തിരി അപ്ലൈ ചെയ്യരുത്, കുറച്ച് മാത്രം. നമ്മൾ ഷാമ്പൂ വാഷ് ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ അലോവേര അപ്ലൈ ചെയ്യുകയാണ്. അലോവേര ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ ആ ഒരു യെല്ലോ ജെല്ല് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് എടുത്തിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു ജെല്ല് എടുത്തിട്ടാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ചെയ്യാൻ മടിയായതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നു. അപ്പം എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്താലും റിസൾട്ടൊക്കെ സെയിം തന്നെയാണ്. അതാണെങ്കിൽ കുറച്ചും കൂടി അപ്ലൈ ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പം നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഹെയർ ലെങ്ത്തിലും സ്കാൽപ്പിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന തണുപ്പ് പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഹെയർ ലെങ്ത്തിൽ കൂടുതൽ അപ്ലൈ ചെയ്യുക, സ്കാൽപ്പിൽ കുറച്ച് അപ്ലൈ ചെയ്യാം. എന്നിട്ടൊരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹെയർ ആ ഒരു കണ്ടീഷണറൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ഹെയറിൻ്റെ ടെക്സ്ചറിലേക്ക് തന്നെ വരും. അങ്ങനെ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്ചറിൻ്റെ തന്നെ ഒരു ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 ആഴ്ചയൊക്കെ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്.